ഹലോ. എന്തായി ഇന്റർവ്യൂ എന്തായി കിട്ടിയില്ലേ? ഇല്ലടോ, അതൊന്നും കിട്ടിയില്ല. അതെന്താ കിട്ടുന്നല്ലേ പറഞ്ഞിരുന്നത്? ഫ്ലാഷ് ബാക്ക്. May I come in, sir? Yes, please come in. ദിൽഷ, ഇൻ്റർവ്യൂ ബോർഡൊക്കെ താങ്കളുടെ പെർഫോമൻസ് എക്സ്പീരിയൻസിലൊക്കെ സാറ്റിസ്ഫൈഡ് ആണ്. താങ്കൾക്ക് നെക്സ്റ്റ് വീക്ക് മുതൽ ജോയിൻ ചെയ്യാലോ അല്ലേ? Yeah, sure, sir. സർ, ഈ സർട്ടിഫിക്കറ്റ്സ് ഒന്നും അറ്റസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. അതെന്താ നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഒന്നും അറ്റസ്റ്റ് ചെയ്യാത്തത്? ഞങ്ങൾക്ക് കുറച്ച് അർജൻറ്റായിരുന്നു. ജാനുവരി 5th, അതായത് ഇനി കഷ്ടിച്ച് 1 വീക്കേ ബാക്കിയുള്ളൂ. അതിനുള്ളിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ sorry, we cannot consider you for this post. ഹലോ. എന്തായി ഇന്റർവ്യൂ എന്തായി കിട്ടിയില്ലേ? ഇല്ലടോ, അതൊന്നും കിട്ടിയില്ല. അതെന്താ കിട്ടുന്നല്ലേ പറഞ്ഞിരുന്നത്? കിട്ടുന്നൊക്കെ ആയിരുന്നു പറഞ്ഞത്. പക്ഷെ ഇപ്പൊ അവിടെ അറ്റസ്റ്റേഷൻ ഒക്കെ വേണമെന്നാണ് പറയണത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ. അറ്റസ്റ്റേഷനാ പ്രശ്നം. ഈ ഒരു പേടിയും പേടിക്കണ്ട, നേരെ ഫജറുൽ അമാനിലേക്ക് വന്നു. അപ്പോൾ അറ്റസ്റ്റേഷൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മൾ ഖത്തറിൽ എന്ത് ജോലിക്കൊക്കെ നമ്മൾ പോവുകയാണെങ്കിലും സർട്ടിഫിക്കറ്റ്സ് എല്ലാം അറ്റസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ നിന്ന് 3 സ്റ്റാമ്പും ഇവിടെ ഖത്തറിൽ നിന്ന് 2 സ്റ്റാമ്പും നമുക്ക് ഫജറുൽ അമാനിൽ നമ്മൾ ഒരാഴ്ച കൊണ്ട് 8 days കൊണ്ട് ഈ സ്റ്റാമ്പൊക്കെ ചെയ്ത് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് ഇൻ്റർവ്യൂവിനൊക്കെ പോകണമെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഫജറുൽ അമാനിൽ ഒന്ന് അറ്റസ്റ്റ് ചെയ്തിട്ട് പോവാം.